Hi friends, welcome to my YouTube channel Andro Creations. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സാധനം നിർമ്മിക്കുന്നതിനെക്കുറിച്ചാണ്. ഈ ഒരു സാധനം എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും ഇതൊരു വെറും ഒരു സ്കെച്ച് പെൻ. പക്ഷേ ഇത് സ്കെച്ച് പെൻ അല്ല. ഈ സ്കെച്ച് പെൻ ഉപയോഗിച്ചുകൊണ്ട് ഞാനൊരു ടച്ച് സ്ക്രീൻ പെന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതായത് നമുക്ക് ടച്ച് സ്ക്രീനിങ് വർക്ക് ചെയ്യുന്നതിന് നമ്മുടെ ഫോൺ ടച്ച് സ്ക്രീനിലുള്ള ഫോണുകൾ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു പേന നിർമ്മിച്ചിരിക്കുന്നത് ഈ ഒരു സ്കെച്ച് പെൻ ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്കും സ്കെച്ച് പെൻ ഉപയോഗിച്ചുകൊണ്ട് ഇതേപോലുള്ള സ്കെച്ച് പെൻ നിങ്ങൾക്ക് നല്ല തന്നെ വേണമെന്നില്ല. നിങ്ങൾക്ക് വീട്ടിൽ ഉപയോഗശൂന്യമായിരിക്കുന്ന തെളിയാത്ത ഏതെങ്കിലും ഒരു സ്കെച്ച് പെൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന രീതിയിൽ ഞാനിപ്പോൾ കാണിച്ചു തരുന്ന രീതിയിൽ വളരെ ഈസി ആയിട്ട് തന്നെ ഒരു ടച്ച് സ്ക്രീൻ പെൻ നിർമ്മിക്കാം. വളരെ ഈസിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് ഇതുപോലുള്ള മൊബൈൽ സംബന്ധമായിട്ടുള്ള ടെക്നോളജി വീഡിയോസ് എടുക്കാനാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, അതിനായിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഉപയോഗശൂന്യമായിട്ടുള്ള ഏതെങ്കിലും ഒരു സ്കെച്ച് പെൻ എടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനായിട്ട് സ്കെച്ച് പെൻ എടുത്ത ശേഷം നിങ്ങൾ അടുത്തായിട്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ നമുക്ക് ആ ഒരു എൻഡ് ഈ ഒരു തെളിയുന്ന ഈ ഒരു ഭാഗം നമ്മൾ ഇളക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ അടുത്തായിട്ട് ബാക്ക് കൂടെ ഇളക്കുക. ഇതിൻ്റെ ബാക്ക് സൈഡും നമ്മൾ ഇതേപോലെ ഊരിയെടുക്കുക. ഊരിയെടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്തുള്ള മറ്റേ ആ സ്പോഞ്ചും കൂടി എടുക്കുക. ഓക്കെ, ഈ ഒരു സ്പോഞ്ചും ഇതും എടുക്കുക. ഓക്കെ, നമ്മൾ എത്രത്തോളം തീർന്നത് എടുത്താലും ഇതിനകത്ത് ചെറിയൊരു മഷി മറ്റുമൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ അകത്തുള്ള മഷി മറ്റു കാര്യങ്ങളുമൊക്കെ നമ്മൾ ആദ്യം ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. അതിനായിട്ട് നിങ്ങളൊരു കപ്പിൽ വെള്ളം എടുത്തതിന് ശേഷം ഇതേപോലെ ഒരു മഗ്ഗിൽ വെള്ളം എടുത്ത ശേഷം നിങ്ങൾ ഇത് രണ്ടും ഇതിനകത്ത് ഇട്ട് വയ്ക്കുക. ഏകദേശം 1 മണിക്കൂറോളം ഇതേപോലെ ഇട്ട് വെച്ചാൽ തന്നെ ഇതിൻ്റെ അകത്തുള്ള മഷി എല്ലാം കൊണ്ട് തന്നെ ഇതിനകത്ത് നിന്ന് വെളിയിൽ വന്നിട്ട് പൂർണ്ണമായിട്ടും ഇത് ക്ലീൻ ആകും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള മഷി എല്ലാം തന്നെ ക്ലീൻ ആക്കുക എന്നുള്ളതാണ്. ഏകദേശം 1 മണിക്കൂർ വരെ നിങ്ങൾ അതിൻ്റെ അകത്തുള്ള സ്പോഞ്ചും ആ ഒരു നീഡിലും ഇളക്കിയെടുത്ത് ഇതേപോലെ വെള്ളത്തിനകത്തിട്ട് വയ്ക്കുക. 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും പൂർണ്ണമായിട്ട് ക്ലീൻ ആകും. അപ്പോൾ നമുക്ക് 1 മണിക്കൂർ വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ പഞ്ഞിയും കിട്ടിയിട്ടുണ്ട്, അതേപോലെ തന്നെ ആ ഒരു നീഡിലും. ഓക്കെ, ഈ 2 സാധനം എടുക്കുക. അതിനുശേഷം അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ വയറുണ്ടല്ലോ, സാധാരണ ഇലക്ട്രിക് വയർ, നമ്മൾ ഏതെങ്കിലും ഒരു വയർ എടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്തുള്ള സ്ലീവ് കളഞ്ഞതിന് ശേഷം, ഇതിൻ്റെ പുറത്തുള്ള സ്ലീവ് കളഞ്ഞതിന് ശേഷം ഇതിൻ്റെ കമ്പി പുറത്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ കുറച്ച് കമ്പി പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ട, ഇതേപോലെ കുറച്ച് കമ്പി നിങ്ങൾ ഇതിൽ നിന്നും എടുക്കുക. അതിനുശേഷം അടുത്തായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ആദ്യം ഈ ഒരു സ്പോഞ്ച് എടുക്കുക. സ്പോഞ്ച് എടുത്തതിന് ശേഷം ഇതിൻ്റെ കുറച്ച് ഭാഗം, മുകളിലത്തെ കുറച്ച് ഭാഗത്ത് ഇതിൻ്റെ അകത്തുള്ള ഫുള്ളിലുള്ള സ്ലീവ് ഉണ്ടല്ലോ, അതെടുത്തതിന് ശേഷം ഈ പഞ്ഞി മാത്രമായിട്ട് കുറച്ച് ഭാഗം എടുക്കുക. ഓക്കെ, അങ്ങനെ ചെയ്തതിന് ശേഷം അടുത്തായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഈ ഒരു കമ്പി എടുത്തല്ലോ, കമ്പി എടുത്തിട്ട് ഇതിൻ്റെ അറ്റം, ഈ സ്പോഞ്ച് കളഞ്ഞ ഭാഗമല്ല, ഇതിൻ്റെ ഏറ്റവും അറ്റത്ത് കുറച്ച് നിങ്ങൾ കുത്തിക്കയറ്റുക. ഓക്കെ, നല്ല രീതിയിൽ ചെയ്തതിന് ശേഷം കുറച്ച് 2-3 കമ്പി എടുത്ത് ഇതേപോലെ ചുരുട്ടി എടുത്തതിന് ശേഷം, ഓക്കെ, ഇതേപോലെ ചുരുട്ടി എടുത്തതിന് ശേഷം നിങ്ങളത് കുറച്ച് ഇതിൻ്റെ അകത്തോട്ട് തള്ളിക്കയറ്റുക. പൂർണ്ണമായിട്ടും തള്ളിക്കയറ്റാൻ സാധിക്കുന്നില്ലെങ്കിൽ എത്രത്തോളം തള്ളിക്കയറ്റാൻ സാധിക്കുമോ അത്രത്തോളം മാത്രം തള്ളിക്കയറ്റുക. ഓക്കെ, അതിനുശേഷം ഇതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ സ്ലീവ് പോലെ എടുത്തിട്ട് ഈ ഒരു സ്പോഞ്ചിൻ്റെ അവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അത് ഒറ്റ വയറിൽ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെയൊക്കെ കമ്പി നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, കുറച്ചും കൂടെ കമ്പി നിങ്ങൾക്ക് അതിൻ്റെ പുറത്തുകൂടെ എടുത്തിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതായത് ഇതേപോലെ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതേപോലെ ജോയിൻറ്റ് ചെയ്യുക. ഓക്കെ, ഇതേപോലെ ജോയിൻറ്റ് ചെയ്യുക. ജോയിൻറ്റ് ചെയ്തതിന് ശേഷം ജോയിൻറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതിന് കുറച്ച് കമ്പിയുടെ കുറച്ച് ഭാഗം വെളിയിൽ കൊണ്ടുവരാൻ നോക്കുക. ഓക്കെ, ഇതേപോലെ കുറച്ച് ഭാഗം വെളിയിലിരിക്കുക, ബാക്കി അടിയിൽ നിന്ന് ഇതേപോലെ ആക്കുക. ഓക്കെ, കണ്ടല്ലോ, ഇതേപോലെ ചെയ്യുക. ഇനി അറ്റത്ത് കുറച്ച് കമ്പി വന്നിട്ട് അതിൻ്റെ ജോയിൻ ചെയ്ത് പറ്റുമെങ്കിൽ നീളമുള്ള കമ്പി എടുക്കുക, കുറച്ച് ഭാഗം ഇതുവരെ വരിക. അതിനുശേഷം അടുത്തായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് കാര്യം എന്ന് പറഞ്ഞത് ഇതിൻ്റെ അകത്ത് തന്നെ കുത്തിക്കയറ്റുക. ഓക്കെ, നേരത്തെ കിടന്ന പോലെ തന്നെ ഇതിൻ്റെ അകത്തോട്ട് തിരികെ ഫുള്ളായിട്ട് അകത്ത് കയറ്റുക. ഓക്കെ, കയറില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വെച്ച് ഒന്ന് കുത്തി കൊടുക്കുമ്പോഴത്തേ അത് കയറിപ്പോയിക്കോളും. ഓക്കെ, എന്നിട്ട് കുത്തി കയറ്റിയതിന് ശേഷം കമ്പിയുടെ കുറച്ച് ഭാഗം വെളിയിലോട്ട്, കുറച്ച് ഭാഗം ഇതേപോലെ വെളിയിലോട്ട് വയ്ക്കുക. ഓക്കെ, വെളിയിലോട്ട് വയ്ക്കുക. അതിനുശേഷം നമ്മൾ നീഡിലെടുക്കുക. ഓക്കെ, നമ്മൾ നേരത്തെ അടിയിൽ നിന്ന് ഇളക്കിയ നീഡിലെടുക്കുക. നീഡിലെടുക്കിയതിന് ശേഷം നിങ്ങൾ ഇതിൻ്റെ കുറച്ച് ഭാഗം കുറച്ച് അതിൻ്റെ ആ ഒരു കൂർത്ത ഭാഗം മാറ്റിയിട്ട് ഇതേപോലെ അതിൻ്റെ പൂർണ്ണമായിട്ട് ആ ഒരു ഇങ്ക് മാറിയിട്ടില്ല. അതൊന്ന് പിരിച്ചു കൊടുക്കുക കേട്ടോ.
അല്ല കൂർത്ത ഭാഗത്ത് കുറച്ചൊന്ന് പിരിച്ചു കൊടുക്കുക. കണ്ടോ, ഇതേപോലെ പിരിച്ചു കൊടുക്കുക. ആ ഇങ്കിൻ്റെ കുറച്ച് ഭാഗം ഇത് കിടക്കണം. നിങ്ങൾ നല്ലോണം ക്ലീൻ ചെയ്യുക. ഞാൻ നല്ലോണം ക്ലീൻ ചെയ്തിട്ടില്ല. നിങ്ങൾ നല്ലോണം ക്ലീൻ ചെയ്യുമ്പോഴത്തേക്ക് നല്ല വെള്ളാന്നിരിക്കും. അപ്പോൾ എൻ്റെ പൂർണ്ണമായിട്ടും ക്ലീൻ ആവാത്തതുകൊണ്ടാണ് കറുത്തിരിക്കും. കുറച്ച് ഇങ്കിൻ്റെ കുറച്ച് കാര്യങ്ങൾ കിടപ്പുണ്ട്, അതുകൊണ്ടാണ് ഇരിക്കുന്നത്. വീഡിയോ എടുക്കേണ്ട ഒരു സമയക്കുറവ് മൂലമാണ് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ഇതേപോലെ ചെയ്യുക. ഓക്കെ, ഇതേപോലെ ആക്കുക. ഓക്കെ, ഇതേപോലെ കൂർത്ത ഭാഗം ഇതേപോലെ ഒന്ന് വിടർത്തി കൊടുക്കുക. എന്നിട്ട് മറ്റേ കൂർത്ത ഭാഗം ഇതിൻ്റെ അകത്തോട്ട് തള്ളിക്കയറ്റുക. ഓക്കെ, കണ്ടോ, ഇതേപോലെ കിട്ടും. കണ്ടോ, ഇതേപോലെ കിട്ടും. ഇതേപോലെ ചെയ്യുക. ഓക്കെ, മറ്റേ ഭാഗം പൂർണ്ണമായിട്ട് തള്ളിയിരിക്കുക. അതിനുശേഷം നമുക്ക് ബാക്കിൽ അടപ്പങ്ങ് അടച്ചേക്കാം. ഇവിടെ അടയ്ക്കുമ്പോൾ കുറച്ച് കമ്പിയുടെ കുറച്ച് ഭാഗം വെളിയിലോട്ട് തന്നെ ഇരിക്കട്ടെ, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമുക്കിത് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. കണ്ട എന്ത് നീറ്റായിട്ട് വർക്ക് ചെയ്യുന്നത് കണ്ട. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇതേപോലെ ഒരു പെന്ന് നിങ്ങൾക്ക് നിർമ്മിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. വളരെ ഈസി ആയിട്ട് തന്നെ നിർമ്മിക്കുക. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഏത് വേണം, നല്ല സ്മൂത്തായിട്ട് തന്നെ ഈ ഒരു ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. കണ്ട, അപ്പോൾ ഇതേപോലെ ചെയ്താൽ മതി. വേണമെങ്കിൽ ഈ ഒരു ഇത് ഈ പുറത്ത് നിൽക്കുന്ന ഈ ഭാഗം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സെല്ലോ ടാപ്പ് ഇട്ട് നിങ്ങൾക്ക് ചുറ്റി അത് കവർ ചെയ്യാനും സാധിക്കും. ഇപ്പോൾ പുറമേ നോക്കിക്കഴിഞ്ഞാൽ കണ്ട വളരെ ഈസിയാണ്. പക്ഷേ അറ്റം കുറച്ച് ഷാർപ്പാകാൻ പാടില്ല. കുറച്ച് വിടർത്തി കൊടുക്കുക, എന്തെങ്കിലും വെച്ച് വിടർത്തി കൊടുക്കുക. ഇതേപോലെ ഷാർപ്പാവാതെ വിടർത്തി കൊടുക്കുക. ബാക്കി ഞാൻ കാണിച്ചതുപോലെ ഈ കമ്പി ഇട്ടിട്ട് നമ്മൾ സാധാരണ വയറിൻ്റെ കമ്പി ഉപയോഗിച്ച് അതിൻ്റെ സ്ലീവ് കളഞ്ഞിട്ട് അതിൻ്റെ കമ്പി മാത്രം എടുത്തിട്ട് ചുറ്റി എടുത്തിട്ട് ചെയ്യുക. ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നല്ലൊരു ഇതാണ്. ഒരു 5 പൈസ പോലും ചിലവില്ലാതെ നമുക്ക് മാർക്കറ്റിൽ നിന്നും വാങ്ങുന്ന അതേപോലത്തെ ഒരു പെന്ന് നമുക്ക് സ്കെച്ച് പെൻ ഉപയോഗിച്ച്, ടച്ച് സ്ക്രീൻ പെന്ന് നമുക്ക് സ്കെച്ച് പെൻ ഉപയോഗിച്ച് തന്നെ നമുക്ക് നിർമ്മിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.